ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ കഥയെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കഥയാണ് കേട്ടോ. രണ്ടുപേരെ മിസ്സായ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 2:30 മണിയാണ്, പുലർച്ചെ 2:30 മണിയാണ്. അപ്പം സാറും കീർത്തനയും ഹനയും സിന്ധു എല്ലാം ഇന്ന് കുണ്ടറയിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ പാലരുവിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുണ്ടറയിൽ പോയി വിളിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് പോയി വിളിക്കുന്നതിനെക്കാട്ടിയും കുണ്ടറയിൽ പോയി വിളിച്ചാൽ നമ്മൾ ഏകദേശം 4 മണിക്ക് മുമ്പേ തിരിച്ച് നമുക്ക് വീട്ടിൽ വരാൻ പറ്റും. ഇവർക്കൊക്കെ കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അതേസമയം കൊല്ലത്തെന്ന് പറഞ്ഞാൽ അത് പിടിച്ചിട്ട് കൊല്ലത്ത് വരുമ്പോൾ തന്നെ 4 മണിയാവും. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പതുക്കെ എത്തുമ്പോഴത്തേക്ക് 4:30-5 മണിയോളം ആവും. പിന്നെ സംസാരിച്ച് സൊറ പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് സമയം പോകും കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുപോലെ അവരെല്ലാം വിളിക്കാനായിട്ട് കുണ്ടറിലേക്ക് പോകാനായിട്ട് ദാണ്ടേ വണ്ടിയെല്ലാം എടുത്തു. അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നിരഞ്ജനയാണ് കേട്ടോ വണ്ടിയൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ 2 മണിക്കൊക്കെ ഉണർന്നത് കൊണ്ട് എന്തോ ഒരു മൂഡ് ഓഫ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഓട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ദാണ്ട് കുണ്ടറയിലേക്ക് പോവുകയാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഈ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, കുണ്ടറ ജംഗ്ഷനും മുക്കട ജംഗ്ഷനും ഇടയ്ക്കാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ആളും ബഹളമൊന്നും ഇല്ല, ഇരുട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് കേട്ടോ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ സാധാരണ ട്രെയിനൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഫുള്ള് ലൈറ്റൊക്കെ ഇടത്തുള്ളൂ കേട്ടോ അവർ. ഓക്കെ, അപ്പം നമ്മൾ ദാണ്ട് അവിടെ വന്ന് നമ്മുടെ പാലരുവിക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗെയ്സ് നമ്മുടെ പാലരുവി ദാണ്ടേ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നിർത്തും. അപ്പോൾ അതിനകത്തുനിന്ന് സാറും സിന്ധുവും അവർ രണ്ടുപേരും ഫ്രണ്ടിലാണ് കേട്ടോ കയറുന്നത്. അവർ ബുക്ക് ചെയ്യാറില്ല, കാരണം ഒരുപാട് റിസർവേഡ് അല്ലാതെ ഒരുപാട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം അതിൽ ഒരുപാട് സീറ്റുകളും അവൈലബിൾ ആയിരിക്കും, അതുകൊണ്ട് അവർ ബുക്ക് ചെയ്യാറില്ല. പിന്നെ കീർത്തന കുഞ്ഞിനും വേണ്ടി, കുഞ്ഞ് ഉറങ്ങാനായിട്ട് വേണ്ടി കീർത്തനയ്ക്ക് മാത്രം സീറ്റ് ബുക്ക് ചെയ്യും. ഇങ്ങനെയാണ് കേട്ടോ പതിവ്. അപ്പം ഞങ്ങൾ പാലരുവി എത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ കീർത്തനയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ കീർത്തന ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ടെൻഷൻഡ് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും പാലരുവി വന്നു പോയി. ദാണ്ടേ സാറ് ഉണ്ട്, കുറച്ചപ്പുറത്തായിട്ട് സിന്ധുവുമുണ്ട്. പക്ഷെ നമ്മുടെ കീർത്തന ഇറങ്ങിയിട്ടില്ല. അപ്പം അത് കൺഫേംഡാണ്, കീർത്തന കുണ്ടറയിൽ ഇറങ്ങിയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് കൊല്ലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓട്ടിച്ചിട്ട് പിടിക്കാം. അപ്പോൾ കീർത്തന ഉറങ്ങിപ്പോയോ എന്ന് മാത്രമാണ് സംശയം കേട്ടോ. പിന്നെ കൊല്ലത്ത് കുറച്ച് സമയം ഇത് പിടിച്ചിടും കേട്ടോ. ഏകദേശം 3/4 മണിക്കൂറോളം ഈ പാലരുവി കൊല്ലത്ത് കിടക്കും കേട്ടോ. എന്നിട്ട് അത് പാലക്കാട്ടത്തേക്ക് യാത്ര തിരിക്കും കേട്ടോ. അപ്പം അത്രയും സമയം നമുക്കുണ്ട്, അതുകൊണ്ട് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ ദാണ്ടേ പയ്യെ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ കാർ കയറി ദാണ്ടേ ഞങ്ങൾ കൊല്ലത്തേക്ക് പോവുകയാണ് കേട്ടോ. കേരളപുരം ആ റൂട്ട് അങ്ങ് നേരെ കൊല്ലത്തേക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പം സാറും നിരഞ്ജനയും ആദ്യമേ പോയി. ഈ ടെൻഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടും എനിക്കും ഒക്കെ ഒരു ടെൻഷനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം അവർ ഫോൺ എടുത്തെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും ഇതുപോലെ അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് കേട്ടോ പാലരുവി അനൗൺസ് ചെയ്തത്. അപ്പോൾ പാലരുവി ഏകദേശം വരാറായിട്ടുണ്ട് കേട്ടോ. കണ്ടു കിട്ടിയോ ഗെയ്സ്? ഇത് നിങ്ങളെ കളഞ്ഞു പോയോ ഗെയ്സ്? നിങ്ങളെ കുണ്ടറയിൽ കളഞ്ഞു പോയോ ഗെയ്സ്? നോക്ക് പൊന്നു നോക്ക്, ഒന്ന് ചിരിച്ച് ഹായ് പറഞ്ഞു. അപ്പം ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ എല്ലാം ഫോണിൽ, മിക്കവരുടെയും ഫോണിലും കാണും, ഒരു റെയിൽവേയുടെ ഒരു ആപ്പുണ്ട്. അപ്പം നമുക്ക് ഉറക്കത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഈ അലാറമൊക്കെ വെച്ചിട്ടോ ഒക്കെ നമ്മൾ ട്രെയിനിലൊക്കെ ആണെങ്കിലും നമുക്ക് എഴുന്നേറ്റ് ആ ഒരു ആപ്പ് വഴി നോക്കുമ്പോൾ ആ ട്രെയിൻ എവിടെയാണ് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വഴിയാണ് പോണതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷേ കീർത്തനയുടെ ആപ്പ് അങ്ങ് പണിമുടക്കി കേട്ടോ. അപ്പം കീർത്തന ആ സമയത്തും കൊല്ലത്തെത്തിയ സമയത്തും ആ ആപ്പിൽ കാണിച്ചിരിക്കുന്നത് പുനലൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്കുള്ള ഒറ്റയ്ക്കൽ എന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഒരു ആപ്പാണ് നമ്മുടെ കീർത്തനയെ ചതിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ടുകിട്ടിയ സന്തോഷത്തിൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ.
അപ്പോൾ കൊല്ലത്താണ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ ഞങ്ങൾ സാധാരണ പള്ളിമുക്കിൽ ആ ഒരു സമയത്ത്, അതായത് ഒരു 3 മണി 4 മണി സമയത്തൊക്കെ ഉള്ളൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചായ കുടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. കണ്ണനല്ലൂർ വഴി, അതായത് കുണ്ടറയിലാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ കണ്ണനല്ലൂർ ഒരു കടയുണ്ട്, അവിടെ കയറി ചായ കുടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ചായ ഒരു മസ്റ്റാണെന്ന് അറിയാമല്ലോ ഗെയ്സ്. ഞങ്ങളുടെ കാണാതായ പെൺകുട്ടി കണ്ടോ ക്ഷീണിച്ച് ചായ കുടിക്കുന്നത് കണ്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ദാണ്ടേ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം ഇനിയുള്ളതാണ് വീട്ടിൽ കയറുക എന്നുള്ളൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പം വീട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞങ്ങളെ അല്ല, കീർത്തനെയും ഹനയും മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന 2 ജീവികൾ ഞങ്ങളെ വീട്ടിൽ. ഒന്ന് നമ്മുടെ ചിക്കുവും മറ്റത് നമ്മുടെ ക്യൂട്ടിയും കേട്ടോ. എൻ്റെ അമ്മയ്ക്കേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.